വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമോൻ പത്രോസിനെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റ് ശിഷ്യനോടുകൂടി കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നതായി അവൻ കണ്ടു. എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതായും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മനുഷ്യനിർമ്മിതമായ കല്ലറകൾക്കോ സംവിധാനങ്ങൾക്കോ സർവശക്തനെ അടക്കി വയ്ക്കുവാനോ ഒതുക്കി വയ്ക്കുവാനോ ആവില്ല. മരണമേ നിൻ്റെ വിജയം എവിടെ? മരണമേ നിൻ്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ച് യേശു തമ്പുരാൻ പുനരുത്ഥാനം ചെയ്തു. സുശക്തമായ റോമൻ പട്ടാളക്കാർക്കോ കല്ലറ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു കല്ല് ഉരുട്ടി മാറ്റി വച്ചിരുന്നു. ആ കല്ല് ആര് മാറ്റും എന്നുള്ള ഭയത്തിൽ യഹൂദരുടെ ആചാരമനുസരിച്ച് അടക്കം ചെയ്യപ്പെട്ട കല്ലറയിലേക്ക് പോയി അവിടെ പ്രാർത്ഥിക്കുക, ധൂവപ്രാർത്ഥന അർപ്പിക്കുക അവരുടെ കടമയായിരുന്നു. ആ കടമ നിറവേറ്റുവാൻ പാപിനി പരിശുദ്ധയായി മാറിയ മറിയം മഗ്ദലേന യേശുവിൽ നിന്ന് വളരെയധികം പാപമോചനം പ്രാപിച്ചവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ ധീരതയോടെ കടന്നു ചെല്ലുകയാണ്. ആ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കാണുന്നു. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ കാണുന്നില്ല. ശൂന്യമായ കല്ലറ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന തോട്ടക്കാരനാണെന്ന് ഭാവിച്ചുകൊണ്ട് ചോദിക്കുന്നു, നീ എവിടെയാണ് അവനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്? പറയുക, ഞാൻ പോയി കണ്ടുകൊള്ളാം, എടുത്തുകൊള്ളാം എന്ന്. അവൻ കബറിൽ നിന്നും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ ചെന്ന് നിൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുക. ആദ്യത്തെ സുവിശേഷകയായി, പുനരുത്ഥാനത്തിൻ്റെ സുവിശേഷകയായി പോകുന്നത് മറിയം മഗ്ദലേനയാണ്. പാപിനി പരിശുദ്ധയായി മാറിയ അവൾ ഓടിപ്പോയി തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പത്രോസിനോടും യോഹന്നാനോടും പറയുകയാണ്, ഗുരു ഉയർത്തെഴുന്നേറ്റു, അവൻ കല്ലറയിലില്ല എന്ന്. പത്രോസും യോഹന്നാനും ഒന്നിച്ച് കല്ലറയിലേക്ക് ഓടുന്നു. യോഹന്നാൻ ചെറുപ്പമായതിനാൽ വേഗത്തിൽ ഓടി കല്ലറയിലെത്തി. അനുഭവത്തിൻ്റെ കുറവ് കൊണ്ട് മാറി നിൽക്കുകയാണ്, കുഴിയിലേക്ക് നോക്കിയിട്ട്. തന്നാലാവുന്ന വിധത്തിൽ വേഗത്തിൽ ഓടിയെത്തിയ പത്രോസ് പിന്നാലെ എത്തി. പത്രോസ് കുഴിയിലേക്ക് ഇറങ്ങുകയാണ്.
യേശുവിൻ്റെ തലയിൽ മൂടിയിരുന്നതായ ആ തുണി തനിയെ ഇരിക്കുന്നു. മറ്റ് പുതപ്പിച്ചിരുന്നതായ വസ്ത്രങ്ങളൊക്കെ മാറിയിരിക്കുന്നു. യേശുവിനെ കാണുന്നില്ല. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു തമ്പുരാൻ ദർശനം കൊടുക്കുന്നു. മ്ലാനവതരായി നിരാശരായി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് പ്രത്യാശ കൊടുത്തുകൊണ്ട് ഒരു യാത്രക്കാരനെ പോലെ അവരെ അനുധാവനം ചെയ്യുകയാണ് അവിടുന്ന്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖം മ്ലാനവതരായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നീ മാത്രമാണോ ഇവിടെ അപരിചിതൻ? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ? ഏത് കാര്യം? നസറേയനായ യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്. അവനെ കുരിശിൽ തറച്ചു, അടക്കം ചെയ്തു, അവൻ പുനരുത്ഥാനം ചെയ്തു എന്ന് പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളും മറ്റുള്ളവരുമൊക്കെ. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും അവനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് അതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. മനുഷ്യപുത്രൻ പാടുകളെ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള സൂചന നൽകുകയാണ്. അപരിചിതനെപ്പോലെ സഞ്ചരിച്ച ഉദ്ധിതനായ യേശു തമ്പുരാൻ അവരിൽ നിന്നും അകന്നു പോകുന്നതായി കാണുമ്പോൾ അവർ പറയുകയാണ്, ഇതൊരു വിജന പ്രദേശമാണ്, ഞങ്ങളോടൊപ്പം വന്ന് വസിച്ചാൽ. അവരോടൊപ്പം പോയി വസിക്കുന്നു, അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ഭക്ഷണം കഴിക്കുവാൻ അപ്പം എടുക്കുമ്പോൾ, അത് ആശീർവദിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. പെസഹ അത്താഴത്തിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തവൻ, മുന്തിരിച്ചാറെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തവൻ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അവർ അദ്ദേഹത്തെ കാണുകയാണ്. അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവനെ അവർ മനസ്സിലാക്കുകയാണ്. അവൻ്റെ സ്വരം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നില്ലേ? അവരത് മനസ്സിലാക്കുകയാണ് ഉദ്ധിതനായ യേശുവിനെ. യേശു തമ്പുരാൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഈ സന്തോഷം അവർക്ക് മാത്രമല്ല, ശിഷ്യന്മാർക്ക് ആ സന്തോഷം ലഭിക്കുകയാണ്. യേശു പുനരുത്ഥാനം ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ ലോകത്തോട് അറിയിക്കുകയാണ്. യേശുവിൻ്റെ പുനരുത്ഥാനമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അവിടുത്തെ ദുഃഖവെള്ളിയാഴ്ചത്തെ അനുഭവത്തോടുകൂടിയെല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പ്രതീക്ഷയുടെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുമായിരുന്നില്ല. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രവുമാണ് കർത്താവിൻ്റെ ഉയർപ്പ്. യേശുവിനെ കുറിക്കുന്ന ദൈവിക നിയോഗങ്ങളും തിരുവെഴുത്തുകളും നിവർത്തിയാക്കപ്പെട്ട ദിവസമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അസത്യങ്ങളുടെ പുറമോടി തച്ചുടച്ച് അന്ധകാരം പ്രകാശത്തിന് വഴിമാറുന്ന ലോകം ഗ്രഹിച്ച ദിനമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യോസിന് എഴുതിയ 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുമ്പോൾ, നിശ്ചയമായും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. വിശ്വാസം ശുഷ്കവും സുവിശേഷം ശൂന്യവും ആകാതിരിക്കുന്നതിന് നിദാനമായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് സഭയുടെ ആരാധനാ ജീവിതത്തിൻ്റെ ആരംഭവും അടിസ്ഥാനവുമാണ്. ഇന്ന് സഭയായി നിലകൊള്ളുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ്. ദുഃഖവെള്ളിയാഴ്ചയോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ ഒരു നിരാശാ സമൂഹമായി നാം മാറുമായിരുന്നു. നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. Christ has died, Christ is risen, and Christ will come again. ഈ വിശ്വാസ പ്രഖ്യാപനമാണ്
നമ്മുടെ പൂർവികർ നടത്തിയിട്ടുള്ളത്. അതാണ് ഇന്നത്തെയും നമ്മുടെ വിശ്വാസം. നാളത്തെ തലമുറയുടെ വിശ്വാസവും അത് തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ നങ്കൂരമാണ് എന്ന് കണ്ടെത്തുവാൻ കഴിയും. മരണമുള്ള മനുഷ്യന് മരണമല്ല, ജീവനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ജീവിത സമൃദ്ധിയാണ് നാം ഇവിടെ കാണുന്നത്. ഓടിപ്പോയ ശിഷ്യന്മാരെ ഒന്നിപ്പിക്കുവാൻ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് കഴിഞ്ഞു. എഫെസ്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും തന്നിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുവാൻ കഴിയുന്ന യൂണിഫൈങ് ഫോഴ്സായിട്ട് മാറുകയാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. അങ്ങനെയാകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനം എല്ലാറ്റിൻ്റെയും ഉത്ഥാനമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെയും ഉത്ഥാനമാണ്. പ്രപഞ്ചത്തിൻ്റെ കിരീടമായ മനുഷ്യൻ്റെ ഉത്ഥാനമാണ്. മരണത്തിൻ്റെ നിഴലിൽ നിന്ന് ജീവനിലേക്കും ജീവിക്കുന്നവരുടെ നാട്ടിലേക്കും ഈശോ പ്രവേശിച്ച സന്തോഷത്തിൻ്റെ വലിയ തിരുനാൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരശിലയാണ് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസം ഇന്ന് നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ്. ബലഹീനതയുടെയും പരിഹാസത്തിൻ്റെയും പ്രതീകമായ കുരിശിൽ ക്രിസ്തുവിൻ്റെ ജീവിതം ഒടുങ്ങിയിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു തികഞ്ഞ പരാജയമായി അവസാനിക്കുമായിരുന്നു. അതാണ് റോമൻ ജനത പ്രതീക്ഷിച്ചത്. ദുഃഖവെള്ളിയാഴ്ചയോടുകൂടി എല്ലാം അവസാനിച്ചു. അവർക്ക് വളരെ സന്തോഷമായി. ഭാവി തലമുറ കർത്താവിൻ്റെ ജീവിതം ഒരു ഐതിഹാസികമായി ചിത്രീകരിക്കുമായിരുന്നു. എന്നാൽ ലോകം കണ്ട മഹാത്യാഗിയായിരുന്നു അവിടുന്ന് തൻ്റെ പുനരുത്ഥാനം വഴി അവിടുന്ന് തെളിയിക്കുകയാണ്. നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റമാരോപിക്കുവാൻ കഴിയുമെന്ന് അവിടുന്ന് ചോദിച്ചുവല്ലോ. ആ എതിരാളികൾ അചഞ്ചലരായി ഇന്ന് മാറിയത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ് എന്നുള്ള സത്യം വിസ്മരിക്കരുത്. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച യേശു തമ്പുരാൻ ജീവിതത്തിൻ്റെ പ്രതിഫലമായി ലഭിച്ച ഈ കുരിശ്, നാഥനും ഉൾമുടി ഏകിയ ലോകമേ നീതരും പേരെണിക്കെന്തിന് എന്ന് പറയുവാൻ തക്കതുപോലെ ആ കുരിശിൻ്റെ അപ്പുറത്തുള്ള ഒരു ഉത്ഥാനം മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായി നാം കാണണം. ഉത്ഥാനത്തിൽ സംശയിച്ചിരുന്ന യഹൂദ പ്രമാണികൾ ഉരുട്ടിവച്ചതായ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. പാപത്തിൻ്റെയും തിന്മയുടെയും മേലുള്ള ഒരു വിജയമായിട്ടാണ് നാം കുരിശിനെ കാണേണ്ടത്. പാപത്തിൻ്റെയും തിന്മയുടെയും മേലുള്ള വിജയം ഇന്ന് ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. പാപബോധവും പശ്ചാത്താപവും നഷ്ടപ്പെട്ടുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരു മനോഭാവത്തിൽ ആരോടും എത്ര മോശമായും പെരുമാറാമെന്നുള്ള ഒരു ചിന്താഗതിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയണം. ഒരു മരണ സംസ്കാരത്തിലേക്കല്ല, ജീവൻ്റെ സംസ്കാരത്തിലേക്കാണ്, തിന്മയുടെ മേലുള്ള ഒരു വിജയമായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. അസത്യത്തിൻ്റെയും അനീതിയുടെയും മേൽ സത്യവും നീതിയും തേടിയെത്തുന്ന ഒന്നായിട്ട് വേണം ഈസ്റ്ററിനെ നാം കാണുവാൻ. മൂല്യനിഷേധങ്ങളുടെ മേൽ സനാതന മൂല്യങ്ങളുടെ വിജയം ഈ പുനരുത്ഥാനത്തിൽ കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. യേശുവിൻ്റെ പുനരുത്ഥാനം നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ നാന്ദിയും അച്ചാരവുമാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അവിടുന്ന്
യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രത്യാശ യേശുവിൻ്റെ പുനരുത്ഥാനമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മരണത്തെയും മരണത്തിന് മൂലമുണ്ടായ പാപത്തെയും പരാജയപ്പെടുത്തി യേശു മഹത്വപ്രാപവനായി ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. സമസ്ത ജനപദത്തിനും പ്രപഞ്ചത്തിനും സമാശ്വാസവും പ്രത്യാശയും നൽകിക്കൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പാപത്തോടും പാപസാഹചര്യങ്ങളോടും വിട പറഞ്ഞ് നിർമ്മല ഹൃദയരായി ജീവിക്കുന്നവർക്ക് മാത്രമേ പുനരുത്ഥാനം ചെയ്ത ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുവാനും പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഉദ്ധിതനായ ഈശോ ആശംസിക്കുന്ന സമാധാനത്തിൻ്റെ ഉടമകളായിത്തീരുവാനും സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. പ്രത്യാശയുടെ തിരുനാൾ ഈസ്റ്റർ ആർക്കും ഒരിക്കലും എടുത്തു കളയാൻ സാധ്യമല്ലാത്ത സന്തോഷം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവ് തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ സന്തോഷം മനുഷ്യമക്കളുമായി പങ്കുവയ്ക്കുകയാണ് ഈ ഈസ്റ്റർ ദിവസത്തിൽ. 6 അടി മണ്ണിനപ്പുറത്ത് ശാശ്വതമായ മറ്റൊരു ജീവിതമുണ്ടെന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിരാശയും വ്യർത്ഥബോധവും ഒക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നു. അവനിവിടെയില്ല, അവർ അവനെ കിടത്തിയിരുന്ന സ്ഥലം കാണുവീനെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ പറയുമ്പോൾ ആ ശൂന്യമായ കല്ലറ, ഉദ്ധിതനായ യേശുവിനോടുകൂടി നാം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരുവാനുള്ള ഒരവസരമായി നാം അതിനെ കാണണം. തിരുനാളുകളുടെ തിരുനാളായ ഈസ്റ്റർ നമുക്ക് ആഹ്ലാദിക്കുവാനും ഉള്ള ഒരവസരമാണ്. നാം ഈസ്റ്റർ ജനതയാണ്. നാം പ്രത്യാശയുടെ മക്കളാണ്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ മക്കളാണ്. മരണത്തിന്മേലുള്ള വിജയം കൈവരിച്ച തമ്പുരാൻ്റെ അനുഭവത്തിൽ നാം സന്തോഷിക്കുകയാണ്. യേശുവിൻ്റെ ഉയർപ്പിനോളം മനുഷ്യജീവിതത്തിന് അനിവാര്യമായ ഒരു സദ്വാർത്തയില്ല. കാരണം യേശുവിൻ്റെ കല്ലറ ശൂന്യമല്ലെങ്കിൽ ശൂന്യമാകുന്നത് നമ്മുടെയൊക്കെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിനൊരർത്ഥം നൽകുന്നത്, ഒരു പ്രത്യാശ നൽകുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനമാണ്. അശൂന്യമായ കല്ലറയാണ്. നമ്മുടെ ജീവിതത്തിന് നിറവും തികവും നൽകുന്നത് അവിടുത്തെ ഉത്ഥാനമാണ്. ഉദ്ധിതനായ യേശു ഇന്ന് നമ്മിൽ ജീവിക്കണം. അവിടുന്ന് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? മാമോദീസായിലൂടെ യേശുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും നാം പങ്കുചേരുന്നു. നമ്മുടെ പാപപ്രകൃതിയെ യേശുവിനോടൊപ്പം നാം കുരിശിൽ തറയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൽ പുതിയ വ്യക്തികളായി നാം ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ മാമോദീസായിലൂടെയാണ് യേശുവിനോടുകൂടി മരിക്കുകയും യേശുവിനോടുകൂടി പുനരുത്ഥാനം ചെയ്യുകയും ചെയ്യുന്നത്. പാപത്തെ വെടിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഉയർപ്പിൻ്റെ ജീവിതം. യേശു എന്നിൽ ജീവിക്കുന്നു എന്ന അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്ററിൻ്റെ അനുഭവം. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തു വസിക്കുന്ന ഒരു ഭവനമായി നമ്മുടെ ജീവിതം മാറണം. യേശു ഇന്ന് തൻ്റെ വചനത്തിലൂടെ ജീവിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വചനം മാംസമെടുത്തു നമ്മുടെ ഇടയിൽ വന്ന് വസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം മാംസം ധരിച്ച യേശുവാണ് ദൈവത്തിൻ്റെ കൃപയുടെ കാരുണ്യത്തിൻ്റെ മർത്യ രൂപം. ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും നാം അനുഭവിച്ചത് മനുഷ്യനായി അവതരിച്ച യേശുവിൻ്റെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. തിരുവചനം ഉൾക്കൊണ്ട് യേശുവിൽ ജീവിക്കുവാൻ, നമ്മിൽ യേശു ജീവിക്കുവാൻ
ഉത്ഥാനം നമ്മെ ക്ഷണിക്കുകയാണ്. വചനത്തിലൂടെ ജീവിക്കുന്ന യേശു തമ്പുരാൻ അപ്പത്തിലൂടെ ഇന്ന് ജീവിക്കുകയാണ്. പെസഹാത്താഴത്തിൽ അപ്പമെടുത്ത് ആസ്വദിച്ച് മുറിച്ച് ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. മുന്തിരിച്ചാറെടുത്ത് ആസ്വദിച്ചിട്ട് ഇതെൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്ത യേശു തമ്പുരാൻ ദിവ്യകാരുണ്യത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് ജീവിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ കർത്താവ് ഇന്നും നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്നു. വിശുദ്ധ കുർബാന ഒരു വിരുന്ന് മാത്രമല്ല, പ്രത്യുത ഒരു ബലി കൂടിയാണ്. ബലിയിൽ പങ്കുകൊള്ളുന്ന നാമും യേശുവിനെ പോലെ മുറിക്കപ്പെടണം. ബലിയിലുള്ള പങ്കുചേരൽ നമ്മെ ബലിജീവിതത്തിലേക്ക് നയിക്കണം. മനുഷ്യർക്ക് ജീവൻ നൽകാൻ വേണ്ടി വിഭജിക്കപ്പെട്ട അപ്പമാണ് യേശു. പങ്കുവയ്ക്കുന്നിടത്തും മുറിച്ചു നൽകുന്നിടത്തും ഉദ്ധിതൻ ജീവിക്കുന്നുവെന്ന് എമാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നു. എമാവോസിലെ ശിഷ്യന്മാർ അപരിചിതനായ ഉദ്ധിതനായ യേശുവിനെ തിരിച്ചറിയുന്നു. ഉദ്ധിതനായ കർത്താവ് അപ്പത്തിൽ ജീവിക്കുന്നു. അപ്പം പങ്കുവയ്ക്കുന്ന ആളുകളിൽ ജീവിക്കുന്നു. ജീവിതം അപ്പവും അർപ്പണവുമാക്കി മാറ്റിയവരിൽ ജീവിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് യേശു ജീവിക്കുന്നത് നമ്മുടെ സഭയിലൂടെയാണ്. കർത്താവ് എന്നോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയിൽ പോകട്ടെ, താൻ അതിൽ മേവിടുന്നു. ഇന്ന് യേശു തൻ്റെ സഭയിലൂടെ ജീവിക്കുകയാണ്. ദൈവമക്കൾക്ക് തൻ്റെ സാന്നിധ്യം അവിടുന്ന് സഭയിലൂടെ സംലഭ്യമാക്കുകയാണ്. തിരുവചനത്തിലൂടെ, വിശുദ്ധ കൂദാശകളുടെ പരികർമ്മത്തിലൂടെ സഭാമക്കളിൽ എന്നും യേശു ജീവിക്കുകയാണ്. സഭയും വിവിധ അജപാലന ശുശ്രൂഷകളിലൂടെ, കാരുണ്യ പ്രവർത്തികളിലൂടെ, സാമൂഹ്യ ഇടപെടലുകളിലൂടെ ഉദ്ധിതനായ ഈശോ ഇന്നും ജീവിക്കുകയാണ്. ഉദ്ധിതനായ ഈശോ സഭയുടെ മണവാളനാണ്. മണവാളന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഉണർവുള്ള മണവാട്ടിയായി ജീവിക്കുവാൻ തിരുസഭയ്ക്ക് ദൗത്യമുണ്ട്. ഉദ്ധിതനായ കർത്താവിൻ്റെ വർത്തമാനകാല സാന്നിധ്യമാണ് തിരുസഭ. തിരുസഭ മക്കളായ നാം ഈ പുനരുത്ഥാനത്തിൻ്റെ മക്കളായി, മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നവരായി ജീവിക്കുമ്പോൾ നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവനെന്ന് കാലം ചെയ്ത ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്വന്തം അനുഭവത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നുവെങ്കിൽ പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഉദ്ധിതനായ തമ്പുരാൻ്റെ ശാശ്വതമായ സാന്നിധ്യമായിരുന്നു. ആ സാന്നിധ്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നേരിട്ട് ഉയർപ്പിൻ്റെ മക്കളായി തമ്പുരാനോടുകൂടി എന്നും ജീവിക്കുന്നവരായി മാറുവാൻ എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പുനരുത്ഥാനത്തിൻ്റെ മഹാസന്തോഷം ലോകത്തെമ്പാടും ഇന്ന് എത്തിച്ചു കൊടുത്തുകൊണ്ട് പ്രത്യാശയുടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ, സ്നേഹത്തിൻ്റെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ, ഐക്യത്തിൻ്റെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ഈ ഈസ്റ്റർ നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും, കുടുംബങ്ങളെയും കൂട്ടായ്മയെയും നാടിനെയും ലോകത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.